അതെ എന്നാ വിശേഷം? யாரா நீ? ദോ അന്ത വീട് താമസിക്കുന്നു. உனக்கு சேர்த்தாண்டா சொல்றேன். இங்க ஆஸ்பத்திரி கட்ட போறாங்க. ஒரு மாசத்துக்குள்ள வீட்டை காலி பண்ணி ஆகணும். പിന്നെ ഞങ്ങള് വാടക കൊടുക്കുന്ന വീട് കാലിയാണെന്നോ? അതൊന്നും പറ്റില്ല. ஏய் என்னடா சொன்ன? என்ன சொன்ன? എന്നാ ചൊന്നിയാലും വീട് കാലി ചെയ്യാൻ പറ്റില്ല. സ്ത്രീകളോട് വഴക്കുണ്ടാക്കാൻ നടക്കുന്നോ? ഞങ്ങൾ ഇതുപോലെ ഒരുപാട് മെറ്റലുകൾ കണ്ടിട്ടാ വന്നിരിക്കുന്നത്. ആരേവന്മാര്? ஏய் தலைவர் கோவை வெங்கடேசன் யாருன்னு தெரியுமா? ആരായാലും അവന്റെ കോപം ഇവിടെ ചെലവാവില്ലെന്ന് പറഞ്ഞേരെ. அவனா? டேய் தலைவரை பத்தி தவறா சொன்ன பல்ல உடைச்சு உடைக்கறாவல்ல. என்ன உடைக்க? ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. കൊല്ലിനും കൊലയ്ക്കും മടിയില്ലാത്ത കൂട്ടരാ. ഞാനും ഒട്ടും മോശമല്ല. അമ്മ ധൈര്യമായിട്ടിരിക്കണം. സത്യത്തിൽ എന്താ ഉണ്ടായത്? ഈ വീടുകൾ നിൽക്കുന്ന സ്ഥലം മുഴുവനും സർക്കാരിന്റെയാണത്രേ. കോവൈ വെങ്കടേശൻ എന്ന് പറയുന്ന ആള് മലയാളിയാ. സർക്കാരിലൊക്കെ അയക്ക് നല്ല പിടിപാടാ. ഈ കാണുന്ന വീടുകളും ചേരികളും എല്ലാം പൊളിച്ചു മാറ്റി ഒരു ആശുപത്രി ഉണ്ടാക്കാൻ സർക്കാർ അയാൾക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണെന്നാ പറയുന്നത്. ഒരു മനസമാധാനം ഇല്ല എന്റെ കുഞ്ഞെ. ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ വേറെ വീട് കെട്ടിത്തരാൻ പറയണം. അല്ലാതെ ഇവിടെ പോവാൻ. ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാനിപ്പോഴേ അറിഞ്ഞത്. നിനക്ക് നേരത്തെ പരിചയമുണ്ടോ? ഞങ്ങൾ ഒരേ കമ്പനിയിലെ സ്റ്റാഫാ. നീ അരി കഴുകി അടുപ്പത്തിട്ടാ. ഇത് വിജയൻ, ഞങ്ങളുടെ കമ്പനിയിലെ ഗോഡൌണില് ചുമടെടുക്കുന്നവനാ. ഈ വീടിന് എന്താ വാടക? 200 രൂപ. ഞങ്ങളുടെ വീടിന് 250 180 അല്ലേ? ആയിരുന്നു, ഇപ്പൊ കൂട്ടി. ഓ, വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ആ, എന്റെ വീട് തൃശ്ശൂരിനടുത്താണ്. ബികോമിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഏതുവരെ പഠിച്ചു? അവൾ ഒരുപാട് പഠിച്ചതാ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നോട് അരി അടുപ്പത്തിടാൻ പറഞ്ഞത്. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ അറിയിച്ചാ മതി. കൂട്ടുകാരൻ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഏയ്, അടുക്കളയെ കുറച്ച് പണിയുണ്ട്. എനിക്കോ? അല്ല, ഞങ്ങക്ക്. വരട്ടെ. ഓ, നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേക്ക്. നീ എന്റെ റൂംമേറ്റാ, മുതലാളിയല്ല. അതാ ഞാനും പറഞ്ഞത്. റൂംമേറ്റാ, മുതലാളിയല്ല. കയറി ഭരിക്കരുത്. അരി കഴുകുക, അരി കഴുകുക. ആണോ നീ? അരി കഴുകാൻ കഴുകടാ അരി.